സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. ഉൾപ്രദേശത്തു നിന്നും വരുന്ന ചെറിയ ഊടുവഴികളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് വാഹന സൗകര്യം വളരെ പരിമിതമാണ്. അവരുടെ ഈ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ അധ്യാപകർ മുൻകൈയെടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. 7,35,000 രൂപ ആണ് ഇതിന് റോട്ടിലിറക്കാൻ ഞങ്ങൾക്ക് ചിലവായത്. ആ ഒരു സംഖ്യ സ്വരൂപിക്കാൻ ഇവിടുത്തെ അധ്യാപകർ തന്നെ മുൻകൈയെടുത്തു എന്നതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുത. വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ അധ്യാപകർ സ്വന്തം കീശയിൽ നിന്ന് പണമെടുത്ത് ഒരു പുതിയ വാഹനം വാങ്ങുക എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നാട്ടുകാരും PTA-യും സന്നദ്ധ പ്രവർത്തകരും മറ്റുമായി പലരും ഇങ്ങനെ പിരിവെടുത്ത് വാഹനം വാങ്ങിയത് പലയിടത്തും കേട്ടിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകും. എന്നാൽ തങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികൾ കൃത്യസമയത്ത് സ്കൂളിൽ എത്തണമെന്നും വൈകിട്ട് വാഹനം കാത്തുനിൽക്കാതെ സ്കൂൾ വിട്ട് വീട്ടിൽ വേഗത്തിൽ തിരിച്ചെത്തണമെന്നും അധ്യാപകർ മനസ്സറിഞ്ഞ് തീരുമാനിച്ചാലോ? അതും ഒരു ഗ്രാമപ്രദേശത്തെ സർക്കാർ UP സ്കൂളിലെ അധ്യാപകർ. അതാണ് മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത നെടിയിരുപ്പ് ചിറയിൽ ഗവൺമെന്റ് UP സ്കൂളിൽ കണ്ടത്. 1500ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം. അപ്പോൾ ഇവിടെ ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് 2 സ്കൂൾ വലിയ വാഹനങ്ങൾ നമുക്കുണ്ടെങ്കിലും ഈ ചെറിയ റോഡുകളിലൂടെ എത്തിപ്പെടാൻ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള കുട്ടികൾക്ക് വരാൻ ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളത് വളരെ നാളായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന അധ്യാപകരുടെയൊക്കെ സഹായത്തോടു കൂടി ഒരുപാട് തുകകൾ അവർക്ക് കഴിയുന്ന തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള തുകകൾ സ്വരൂപിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കാൻ സാധിച്ചിട്ടുള്ളത്. കുട്ടികളെ യാത്രാ ദുരിതം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാരണം അവർക്ക് ലൈൻ ബസ്സുകളിലും കയറാൻ സാധിക്കുന്നില്ല. അതുപോലെ സ്കൂൾ വണ്ടികളെ വലിയ വണ്ടികളൊന്നും ഉൾഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. അതിനാൽ ഉൾഭാഗത്ത് പോയിക്കാണ്ട് കുട്ടികളെ എടുക്കേണ്ടത് അനിവാര്യമാണ്. കുട്ടികൾക്ക് ഒന്നും ഇപ്പോൾ പണ്ടത്തെ പോലെ നടക്കാനൊന്നും കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അധ്യാപകർ തന്നെ മുന്നോട്ട് വന്നിട്ട് ഒരു വണ്ടി വാങ്ങാമെന്നുള്ളൊരു പ്ലാനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ സ്കൂളിൻ്റെ സ്ഥലമെടുപ്പിനായിട്ട് ധാരാളം പൈസ പിരിച്ചിട്ട് അതിൻ്റെ ഭൂമി വാങ്ങുന്നതിനായിട്ട് നൽകിയിട്ടുണ്ട്. 1300ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിലവിൽ 2 ബസ്സുകളുണ്ട്. അത് മതിയാകില്ല എന്ന് മാത്രമല്ല, ഈ പ്രദേശത്തെ പല റോഡുകൾക്കും വീതി കുറവാണ്. വീതി കുറഞ്ഞ റോഡിലൂടെയുള്ള വാഹന ഗതാഗതത്തിന് ഇതുവരെ ഉണ്ടായ പ്രയാസം കൂടി പരിഹരിക്കുക എന്നതുകൂടിയായിരുന്നു ലക്ഷ്യം. ഈ ഉപജില്ലയിലെ ഏറ്റവും വലിയ സർക്കാർ പ്രൈമറി വിദ്യാലയമാണ് ചിറയിൽ JUP സ്കൂൾ. ഈ വർഷം മുതൽ LKG ക്ലാസ്സുകളും ഈ സ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ 7ാം ക്ലാസ് വരെയുള്ള ഈ സ്കൂളിൽ 1300-ലധികം കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഈ സ്കൂളിൽ പൂർത്തിയായി കഴിഞ്ഞു. ഏറ്റവും നല്ല ഒരു ബിൽഡിംഗ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മളെ കുട്ടികൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം യാത്രാ പ്രശ്നമാണ്. ഈ സ്കൂളിലെ കുട്ടികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ MLA TV ഇബ്രാഹിം സാഹിബ് ഒരു ബസ് അനുവദിക്കുകയുണ്ടായി. അതേപോലെ ചിറയിൽ ഗ്രാനൈറ്റ് ഇൻഡസ്ട്രീസ് ഒരു ബസ് സ്കൂളിന് സംഭാവന ചെയ്തു. അതിനു പുറമെ ചെറിയ റൂട്ടുകളിലൂടെ ഓടുന്നതിനും LKG കുട്ടികളടക്കമുള്ള കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിനും വേണ്ടി നമുക്കൊരു സൗകര്യമില്ലാത്തപ്പോൾ പ്രൈവറ്റ് വാഹനങ്ങളിലായിരുന്നു കുട്ടികൾ വന്നിരുന്നത്, ടാക്സി വാഹനങ്ങളിൽ. ആ പ്രയാസം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മളെ സ്കൂളിലെ 60ഓളം അധ്യാപകരാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിന് നേതൃത്വം നൽകുന്നത്. അവരുടെ വരുമാനത്തിൽ നിന്ന് സ്വരൂപിച്ച സംഖ്യ ഉപയോഗിച്ചിട്ടാണ് ഈ വാഹനം വാങ്ങിയിട്ടുള്ളത്. അധ്യാപകരുടെ സഹായം ഇതിനു മുമ്പും ഈ ഒരു പുതിയ ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്ഥലമേറ്റെടുപ്പിന് 5 ലക്ഷത്തിലധികം രൂപ സംഭാവന നൽകിയവരാണ് ഈ സ്കൂൾ അധ്യാപകർ. അതേപോലെയാണ് ഈ സ്കൂൾ വാഹനത്തിൻ്റെ അത് വാങ്ങുന്നതിൽ CNG ഉപയോഗിച്ച് ഓടുന്ന വണ്ടിയാണ്. ഏകദേശം 8 ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ വാഹനം നമ്മളെ ചെറിയ റൂട്ടുകളിലൂടെയൊക്കെ കുട്ടികളെ കൊണ്ടെത്തിക്കാനും അതേപോലെ LKG കുട്ടികൾക്കുമൊക്കെ വേണ്ടിയിട്ടാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്കൂളിലെ അധ്യാപകർ നടത്തിയിട്ടുള്ള ഈ ഒരു വലിയ ഉദ്യമം അത് എത്ര പ്രശംസിച്ചാലും മതിയാവാത്തതാണ്. അവർ സ്കൂളിനോടും ഈ പൊതുസമൂഹത്തോടും നമ്മളെ കുട്ടികളോടുമുള്ള ഏറ്റവും വലിയ ഒരു
മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. ബഹുമാന്യരായ അധ്യാപകരോട്, ഈ സ്റ്റാഫ് അംഗങ്ങളോട് PTA എല്ലാ തരത്തിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുക. വിദ്യാലയത്തിലെ 50ഓളം അധ്യാപകർ ചേർന്ന് 7.5 ലക്ഷം രൂപ സമാഹരിച്ചാണ് ഈ സദുദ്യമം സാധ്യമാക്കിയത്. PTA പ്രസിഡന്റ് VPS സിദ്ദിഖ് മാസ്റ്റർ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. PTA SMC അംഗങ്ങൾ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനാധ്യാപിക TP ഖദീജ, അധ്യാപകരായ അബ്ദുൽ നാസർ അടുമാറി, MK രാജീവ്, C അഹമ്മദ് സഗീർ തുടങ്ങിയവർ സംസാരിച്ചു. തങ്ങളുടെ സ്കൂളിന് ഒരു വാഹനം കൂടി ലഭിച്ച സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് ഡെസ്ക് എയർ1. Who is the most special person in your life? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ്? ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ. സോ ലവ് യുവർ സെൽഫ്, ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ. Beauty Mark Gold and Diamonds, specially for you.